സർ അങ്ങനെയാണെങ്കിൽ ഈ ക്ലർക്ക് ടൈപ്പിസ്റ്റ് ഇടയ്ക്ക് നോട്ടിഫിക്കേഷൻ വരും, പിന്നെ പറയുന്നു വിളിക്കില്ല. അപ്പൊ അതിനെക്കുറിച്ച് സാർ എന്താണ്? സർ അതുപോലെ തന്നെയാണ് നമ്മുടെ ഈ കമ്പനി ബോർഡ് ടൈപ്പിസ്റ്റ് ഇപ്പോൾ ഓൾറെഡി വിളിച്ചു കഴിഞ്ഞു, എക്സാമിനും കഴിഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ പിള്ളേർക്ക് വീണ്ടും ഒരു കൺഫ്യൂഷൻ, ഇനി എന്തെങ്കിലും ഒരു നോട്ടിഫിക്കേഷൻ ഉണ്ടോ? സർ അതുപോലെ തന്നെ എല്ലാവർക്കും ഈ കമ്പ്യൂട്ടർ അസിസ്റ്റന്റ് വിളിക്കുന്ന സമയത്ത് അതിന്റെ ക്വാളിഫിക്കേഷൻ എന്തായിരിക്കും, അതും ഒരു കൺസേൺ ആണ്. പിന്നെ വരുന്നൊരു കൺസേൺ ആണ് ഇതിന് പ്രിലിംസ് ഉണ്ടോ ഇല്ലയോ. സഹകാരി റേസ് പ്ലസിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ടൈപ്പിസ്റ്റ് ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവരിലുണ്ടാകുന്ന ചില കൺസേൺസ് ആണ്. നമുക്ക് എന്തായാലും ചോദ്യങ്ങളിലേക്ക് കടക്കാം. സർ, ഈ ടൈപ്പിസ്റ്റ് ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം 100 ക്വസ്റ്റ്യൻസ് ആണ്. അത് ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത് തന്നെ ഇനി ഒരു നോട്ടിഫിക്കേഷൻ വരുമോ എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇത്തരത്തിലൊരു റൂമർ അല്ല, ആക്ച്വലി അതിന് വലിയ കാര്യമുണ്ട്. അപ്പോൾ ഇത്തരത്തിലൊരു സംസാരം നമ്മുടെ ഈ ഒരു ഉദ്യോഗാർത്ഥികൾക്ക് ഇടയ്ക്കും മുഴുവനായിട്ട് വന്നിട്ട് 2019 ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ 6ാമത്തെ വർഷമാണ്. 2019 നമ്മുടെ ഈ ടൈപ്പിസ്റ്റ് പദവി അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ടൈപ്പ് റൈറ്ററുകൾ ഓഫീസുകളിൽ നിന്ന് മാറ്റപ്പെടുന്നത്. അതിനുശേഷമാണ് ഈ ഓഫീസ് സംവിധാനം വളരെയധികം ശക്തമാകുന്നത്. പണ്ടാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു പേപ്പർ അല്ലെങ്കിൽ ഒരു ഫയൽ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ബിഗിനിങ് ടു എൻഡ് എപ്പോഴും ഫുള്ള് ഫയലെല്ലാം പേപ്പറിലാണ് മൂവ് ചെയ്തിട്ടുള്ളത്. ആദ്യം ഡ്രാഫ്റ്റ് തയ്യാറാക്കി അത് ചെന്നതിന് ശേഷം അതിലും തിരുത്തു വരുത്തിയിട്ടുണ്ട് ഫൈനൽ എപ്പോഴും ഓർഡറും ഉത്തരവും എല്ലാം ടൈപ്പിങ്ങിലേക്ക് പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ അത്തരത്തിൽ നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ ഉപയോഗം വന്നതോടുകൂടി ഈ കാര്യങ്ങളെല്ലാം നമുക്ക് ഇല്ലാതായി എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഇല്ലാതായ സാഹചര്യത്തിലാണ് നമ്മുടെ സർക്കാർ ചെലവ് ചുരുക്കുന്നതുമായിട്ട് ബന്ധപ്പെടുത്തി ഈ പോസ്റ്റിലേക്ക് ആളെ ആവശ്യമാണോ എന്നൊരു ചോദ്യം ഉന്നയിക്കുന്നത്. അപ്പോൾ അതിന്റെ അടിസ്ഥാനത്തിൽ ആദ്യം LD ടൈപ്പിസ്റ്റിനെയാണ് പിടിക്കുന്നത് അല്ലേ? LD ടൈപ്പിസ്റ്റിനെ പിടിച്ചു. ഏറ്റവും എളുപ്പത്തിന് LD ടൈപ്പിസ്റ്റ് ടൈപ്പ് റൈറ്റർ ഇല്ലല്ലോ ഇപ്പോൾ, അപ്പോൾ ആളിനെ ഒഴിവാക്കാന്ന് വിചാരിച്ചു. അങ്ങനെ ആദ്യം ഇങ്ങനെയുള്ള വ്യത്യാസങ്ങളെല്ലാം കൊണ്ടുവരാൻ വേണ്ടി സഹായിക്കുന്ന നമ്മുടെ ഉദ്യോഗസ്ഥ ഭരണ പരിഷ്കാര വകുപ്പാണ്. അപ്പോൾ ഉദ്യോഗസ്ഥ ഭരണ പരിഷ്കാര വകുപ്പിന് ഈ ഒരു വിഷയം കൈമാറുന്നുണ്ട്. അപ്പോൾ അത് കൈമാറിയതിൻ്റെ മുറയ്ക്ക് അവരൊരു കമ്മീഷനെ നിയമിച്ചു. 5 ഡിപ്പാർട്ട്മെൻറ്റുകളിൽ പൈലറ്റായിട്ട് എടുത്തിട്ട് ഈ സ്റ്റഡി കംപ്ലീറ്റ് ചെയ്തു. നേരത്തെ ഉണ്ടായിരുന്ന LD ടൈപ്പിസ്റ്റുമാരുടെ പോസ്റ്റ് ഇപ്പോൾ എത്ര പേര് ജോലി ചെയ്യുന്നു, അതുപോലെ അവരിപ്പോൾ ദൈനംദിന ജോലികൾ എന്തൊക്കെയാണ്, നേരത്തെ ഉണ്ടായിരുന്ന ജോലി എന്തൊക്കെയാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് വളരെ വിശദമായിട്ട് ഏകദേശം 1.5-2 വർഷം നീണ്ടു ആ കമ്മീഷൻ്റെ സ്റ്റഡി. അതിനുശേഷമാണ് അതിൻ്റെ റിപ്പോർട്ട് വരുന്നത്. റിപ്പോർട്ട് എനിക്ക് 2024 വന്നല്ലേ മിസ്സേ? 23 അവസാനം 24 ആദ്യമാണ് എൻ്റെ റിപ്പോർട്ട് വരുന്നത്. അപ്പോൾ അന്ന് വരെ വലിയൊരു ഇൻകൺസിസ്റ്റൻസി അവിടെ നിലനിൽക്കുന്നായിരുന്നു. പക്ഷേ അതിന് മുന്നോടിയായിട്ട് തന്നെ നമ്മുടെ കഴിഞ്ഞ LD ടൈപ്പിസ്റ്റ് നോട്ടിഫിക്കേഷൻ വിളിച്ചു എന്നുള്ളതാണ്. അപ്പോൾ അതിനുശേഷം എൻ്റെ പരീക്ഷ ലിസ്റ്റ് വന്നു. ഇപ്പോൾ ലിസ്റ്റ് ലൈവിലാണ്. ഇപ്പോൾ നിലവിൽ അഡ്വൈസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. മനസ്സിലാക്കാം, ഈ കഴിഞ്ഞ മാസങ്ങളിലും മിക്കവാറുമുള്ള പല ജില്ലകളിലും അഡ്വൈസ് പോയിട്ടുണ്ട്. അപ്പോൾ ഇതിനിടയ്ക്ക് ഈ ഒരു റിപ്പോർട്ട് വന്നതിൻ്റെ ഏറ്റവും പ്രധാനമായിട്ട് കാതൽ എന്ന് പറയുമ്പോൾ അവരുടെ ജോലിയെക്കുറിച്ചുള്ള എല്ലാം ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വലിയ റിപ്പോർട്ടാണ്. അതിൻ്റെ ഏറ്റവും അവസാനമാണ് എൻ്റെ സജഷൻ കൊടുത്തിരിക്കുന്നത്. കാരണം ഈ സീറ്റിലുള്ള എല്ലാവരും ഇപ്പോൾ ജോലി ചെയ്യുന്നുണ്ട്. അവർ ചെയ്യുന്ന ജോലിയുടെ സ്ട്രക്ചർ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയതിന് ശേഷം അവർക്ക് ഓഫീസ് ഓട്ടോമേഷൻ അസിസ്റ്റന്റ് എന്ന പേരിൽ അവരുടെ തസ്തികയെ പുനർനാമകരണം ചെയ്യണം എന്നൊരു സജഷനാണ് അന്ന് വന്നത്. അല്ലാതെ ആ പോസ്റ്റിൽ ആള് വേണ്ടെന്നോ അങ്ങനെയുള്ള ഒരു നെഗറ്റീവ് സജഷനും അന്ന് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാണ് ഇപ്പോൾ നമുക്ക് LD ടൈപ്പിസ്റ്റ് പരീക്ഷയെ ബന്ധപ്പെടുത്തി പറയാനുള്ളത്. സർ അങ്ങനെയാണെങ്കിൽ ഈ ക്ലർക്ക് ടൈപ്പിസ്റ്റ് ഇടയ്ക്ക് നോട്ടിഫിക്കേഷൻ വരും, പിന്നെ പറയുന്നു വിളിക്കില്ല. അപ്പൊ അതിനെക്കുറിച്ച് സാർ എന്താണ്? അതാണ് അപ്പോൾ നമ്മൾ പറഞ്ഞ LD ടൈപ്പിസ്റ്റ് ആണ്. ഇതിന് ശേഷമാണ് മിസ് നമ്മുടെ ക്ലർക്ക് ടൈപ്പിസ്റ്റിന്റെ നോട്ടിഫിക്കേഷൻ വരാനുള്ള സമയം ആയപ്പോഴത്തേക്കാണ് ഇത്തരത്തിൽ സർക്കാർ നേരത്തെ വിട്ട അതേ സ്റ്റഡി എവിടെയും വിട്ടുന്നത് ക്ലർക്ക് ടൈപ്പിസ്റ്റ് കാര്യത്തിലും വിടുന്നത്. അപ്പോൾ ഇങ്ങനെ പോയ സമയത്ത് ഒരിക്കലും PSCക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല, നോട്ടിഫിക്കേഷൻ കോൾ ഫോർവേഡ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ കഴിഞ്ഞ ക്ലർക്ക് ടൈപ്പിസ്റ്റ് നോട്ടിഫിക്കേഷൻ ഡിലേ വന്നു. PSCന്ന് വിവരം പറഞ്ഞു, അതായത് നമ്മൾ വിവരാശം എടുത്ത് ചോദിച്ചു പറഞ്ഞു ഇത്തരത്തിൽ സർക്കാർ നിർദ്ദേശം കൊടുത്തിട്ടുണ്ടെന്നുള്ള കാര്യത്തെക്കുറിച്ച് ഒരു ക്ലാരിഫിക്കേഷൻ കൊടുത്തു. ഇനി ഉദ്യോഗസ്ഥ ഭരണ പരിഷ്കാര വകുപ്പിന്റെ ഇത്തരത്തിലുള്ള സ്റ്റഡിയുടെ റിപ്പോർട്ട് പുറത്തു വരുന്നതിന്റെ അടിസ്ഥാനത്തിൽ ആയിരിക്കും നമുക്ക് ഇത്തരത്തിലുള്ള നോട്ടിഫിക്കേഷന് വിളിക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ ഫൈനൽ പറയാൻ പറ്റില്ല, ഏത് ക്ലർക്ക് ടൈപ്പിസ്റ്റിന്റെ കാര്യത്തിൽ. പക്ഷേ LD ടൈപ്പിസ്റ്റിന്റെ കാര്യത്തിൽ ആ ഒരു തടസ്സം ഇപ്പോൾ നിലവിലില്ല. ഇപ്പോഴും അഡ്വൈസ് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പോസ്റ്റാണ്. മാത്രമല്ല 2021 ആണ് കഴിഞ്ഞ 22 അല്ലേ, 22 കഴിഞ്ഞ നോട്ടിഫിക്കേഷൻ വരികയും പരീക്ഷ നടക്കുകയും ചെയ്തത്. അപ്പോൾ ഈ വരുന്ന കാലയളവിൽ നമ്മൾ നോർമൽ ഫ്രീക്വൻസി വെച്ചിട്ട് നോട്ടിഫിക്കേഷൻ പ്രതീക്ഷിക്കുകയാണ് ചെയ്യുന്നത്. സർ അതുപോലെ തന്നെയാണ് നമ്മുടെ ഈ കമ്പനി ബോർഡ് ടൈപ്പിസ്റ്റ് ഇപ്പോൾ ഓൾറെഡി വിളിച്ചു കഴിഞ്ഞു, എക്സാമിനും കഴിഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ പിള്ളേർക്ക് വീണ്ടും ഒരു കൺഫ്യൂഷൻ, ഇനി എന്തെങ്കിലും ഒരു നോട്ടിഫിക്കേഷൻ ഉണ്ടോ?
എന്ന്. അപ്പൊ ഇനി ഏതൊക്കെ നോട്ടിഫിക്കേഷനാണ് വരാനിരിക്കുന്നത്? ടൈപ്പിസ്റ്റ് പരീക്ഷകൾ എന്ന് പറയുമ്പോൾ നിരന്തരം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ നെക്സ്റ്റ് എന്ത് ഒരു ചോദ്യം എല്ലാവർക്കും ഉണ്ട്. ഇനി വരാനുള്ളത് ഞാൻ പറഞ്ഞല്ലോ, നോട്ടിഫിക്കേഷന്റെ നോർമൽ ഫ്രീക്വൻസി വെച്ച് നോക്കുമ്പോഴത്തേക്ക് 2021-22 കാലയളവിലാണ് കഴിഞ്ഞ LD ടൈപ്പിസ്റ്റ്, അതിനോടൊപ്പം നമ്മുടെ യൂണിവേഴ്സിറ്റി കമ്പ്യൂട്ടർ അസിസ്റ്റന്റ് എക്സാമിനേഷൻ, അതുപോലെ സെക്രട്ടേറിയറ്റ് കമ്പ്യൂട്ടർ അസിസ്റ്റന്റ് എക്സാമിനേഷൻ, ഇങ്ങനെയുള്ള പരീക്ഷകൾ വിളിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ടൈമാണ് ഇനി വരുന്നത്. കാരണം അതിൻ്റെ ലിസ്റ്റ് വന്നു, ഇപ്പോൾ ഏകദേശം 1.5-2 വർഷം ആകുന്നു. ഇനി ഏകദേശം 1 വർഷം കൂടിയുള്ള ലിസ്റ്റ് കംപ്ലീറ്റ് ആവാൻ. 2022 കൂടി, അതായത് ഈ 19 തൊട്ടാണ് PSC കാതലായ മാറ്റങ്ങൾ വരുന്നത്. 22-23 കാലയളവ് തൊട്ട് PSC നല്ല സ്ട്രീം ലൈൻഡ് ആണ്. കാര്യം നമുക്ക് നോട്ടിഫിക്കേഷൻ വിളിക്കുന്ന കാര്യത്തിൽ കാലതാമസം വരുന്നില്ല, ലിസ്റ്റുകൾ പബ്ലിഷ് ചെയ്യുന്ന കാര്യത്തിൽ കാലതാമസം വരുന്നില്ല. എല്ലാം ഒരു 3 to 4-5 ഇയേഴ്സ് ആ റേഞ്ചിനുള്ളിൽ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം റിപ്പീറ്റഡ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്ന ഒരു സൈക്കിൾ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അത് ഉടൻ തന്നെ പ്രതീക്ഷിക്കുന്നുണ്ട് ഈ പറഞ്ഞ 3 നോട്ടിഫിക്കേഷൻ. സർ, അതുപോലെ തന്നെ എല്ലാവർക്കും ഈ കമ്പ്യൂട്ടർ അസിസ്റ്റന്റ് വിളിക്കുന്ന സമയത്ത് അതിന്റെ ക്വാളിഫിക്കേഷൻ എന്തായിരിക്കും, അതും ഒരു കൺസേൺ ആണ്. അപ്പോൾ അത് കൺസേൺ മാത്രമല്ല, നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ട കാര്യം, നമുക്ക് എന്തായാലും ഇപ്പോൾ നിലവിൽ കമ്പ്യൂട്ടറൈസേഷൻ അല്ലെങ്കിൽ നമ്മുടെ ഓഫീസ് ഓട്ടോമേഷൻ എന്ന് പറയുന്ന പരിപാടി ഇല്ലാതെ നമുക്കിനി മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. എയുടെ കാലമാണ് അല്ലേ ഫുള്ള് എയുടെ കാലം, അങ്ങനെ ഒരു വ്യത്യാസം വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരിക്കലും നമുക്ക് കമ്പ്യൂട്ടറിന് ഉപയോഗം മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. അപ്പോൾ കമ്പ്യൂട്ടർ അസിസ്റ്റന്റ് എന്ന് പറയുന്ന പോസ്റ്റിന് ഒരിക്കലും നമുക്ക് ഈ പറഞ്ഞ ഒരു പ്രശ്നങ്ങളും ബാധിക്കാൻ പോകുന്നില്ല. അപ്പോൾ അവിടുത്തെ ക്വാളിഫിക്കേഷൻ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേക്കുക. നിങ്ങൾ ഇംഗ്ലീഷ് ഹയർ ഇല്ലാത്ത ആൾക്കാരാണെങ്കിൽ ഉറപ്പായിട്ടും ഇപ്പോഴേ ഹയർ എടുത്ത് വയ്ക്കുക. നോട്ടിഫിക്കേഷൻ വന്നിട്ടില്ല. അപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു മീറ്റിങ്ങിൽ ഒരു കുട്ടി പറഞ്ഞാണ്, സാറേ എനിക്ക് ഹയർ ഇല്ല, ഞാൻ എന്ത് ചെയ്യണം? അപ്പോൾ ഞാൻ പറഞ്ഞു ഹയർ എടുക്കണം. അപ്പോൾ കുട്ടി പറയാണ്, സാറേ അതിന് എനിക്ക് ഇനിയിപ്പോൾ അപേക്ഷിക്കാൻ പറ്റിയില്ലെങ്കിലോ? അപ്പോൾ ഞാൻ എടുക്കണ്ടേ? അപ്പോൾ എടുക്കണ്ടേ? ഇപ്പം വിളിച്ചാൽ അപേക്ഷിക്കാൻ പറ്റില്ലല്ലോ. ഇതാണ് എല്ലാവരുടെയും ചിന്ത. ഇപ്പോഴെനിക്ക് ഒരു പക്ഷേ ഈ മാസം വിളിക്കുകയാണെങ്കിൽ എനിക്ക് അപേക്ഷിക്കാൻ പറ്റില്ലല്ലോ. ഇത് അവൻ അല്ലെങ്കിൽ ഈ കുട്ടി എന്ത് ചെയ്യണം? ഒരു 6 മാസം മുന്നേ ചിന്തിക്കണം, അല്ലെങ്കിൽ ഇപ്പോഴെങ്കിലും ചിന്തിക്കണം കേട്ടോ. നിങ്ങൾ ഇപ്പോഴെങ്കിലും ചിന്തിച്ച് നിങ്ങൾ ഹയർ എടുത്ത് വെക്കണം. അപ്പോൾ അത് ഹയർ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ ഇന്നോ അല്ലെങ്കിൽ അടുത്ത മാസം തന്നെ നോട്ടിഫിക്കേഷൻ വരും എന്ന കാര്യത്തിൽ PSC ഡിസിഷൻ ഒന്നും വന്നിട്ടില്ല. അപ്പോൾ ഇംഗ്ലീഷ് ഹയർ ഇല്ലാത്തവർ കൃത്യമായിട്ട് ഹയർ എടുത്ത് വയ്ക്കുക. അത് നിങ്ങളെ ഉറപ്പായിട്ട് നിങ്ങൾക്ക് അത് പ്രയോജനം ചെയ്യും. കാരണം എസ്പെഷ്യലി നിങ്ങൾ ഈ മേഖലയിൽ, നമ്മൾ ഈ മേഖലയിൽ നിൽക്കുന്ന ആൾക്കാരെന്ന് പറയുമ്പോഴത്തേക്കും കുറച്ച് ആൾക്കാരെ ഉള്ളൂ അല്ലേ? വളരെ എണ്ണം കമ്പാരിറ്റീവ്ലി നമ്മളൊരു PSC നോർമൽ ജനറൽ PSC കമ്പയർ ചെയ്യുമ്പോൾ ഇതിന് എണ്ണം കുറവാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ജോലി സാധ്യത ഒന്ന് ശ്രമിച്ചാൽ കിട്ടുന്നതുമാണ്. അപ്പോൾ നിങ്ങൾ ഒരിക്കലും LD ക്ലർക്കിന്റെ അവസരമായിട്ട് ഇതിനെ തട്ടിക്കരുത്. കാര്യം എന്ന് പറയാം, അവിടെ 2 ലക്ഷം ആൾക്കാർ മത്സരിക്കുമ്പോഴത്തേക്കാണ് 1500 പേർക്ക് അഡ്വൈസ് ചെയ്യുന്നത്. ഇവിടെ എന്ന് പറയുമ്പോഴത്തേക്ക് നിങ്ങൾ മനസ്സിലാക്കി ഓരോ ജില്ലയിൽ എത്ര ആപ്ലിക്കൻസ് ഉണ്ട്, LD ടൈപ്പിസ്റ്റിന് എത്ര അഡ്വൈസ് പോകുന്നു, ഇത് മാത്രം ഒന്ന് നോക്കിയാൽ മതി. നമുക്ക് LD ടൈപ്പിസ്റ്റിനേക്കാളും 4 to 5 ടൈംസ് സാധ്യതയാണ് കിടക്കുന്നത്. അതുപോലെ നിങ്ങൾ പഠിച്ച് റിവൈസ് ചെയ്യുന്ന ആൾക്കാരെ മാത്രമേ പറയാനുള്ളത്. നിങ്ങൾ എപ്പോഴും പഠിക്കലും റിവൈസ് ചെയ്യലും മാത്രമല്ല പരിപാടി. അതിനകത്ത് പ്രാക്ടീസ് എന്നുള്ള പ്രധാനപ്പെട്ട ഘടകമുണ്ട്. പ്രാക്ടീസ് എന്ന ഘടകത്തിൽ നിങ്ങൾ പ്രാധാന്യം കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ പെർഫോം ചെയ്യാൻ കഴിയില്ല എന്നൊരു ഉദാഹരണമാണ് ഇപ്പോൾ കഴിഞ്ഞ കമ്പനി ബോർഡ് പരീക്ഷ അല്ലേ? ഓക്കെ, അത് കൃത്യമായിട്ട് നമ്മൾ പ്രാക്ടീസിന് വേണ്ടി സമയം ചെലവാക്കിയാലേ പറ്റത്തുള്ളൂ. സർ, പിന്നെ വരുന്നൊരു കൺസേൺ ആണ്, ഇതിന് പ്രിലിംസ് ഉണ്ടോ ഇല്ലയോ? ഓക്കെ, പ്രിലിംസ് എന്ന് പറയുമ്പോൾ നിലവിൽ നമ്മുടെ ഒരു LD ടൈപ്പിസ്റ്റ് പരീക്ഷകൾക്ക് ഇപ്പോൾ പ്രിലിംസ് ഇല്ല. ടൈപ്പിസ്റ്റുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള പരീക്ഷകൾക്ക് ഒന്നിനും പ്രിലിംസ് ഇല്ല. +2 ലെവൽ എക്സാംസിനൊന്നും പ്രിലിംസ് ഇല്ല. നിങ്ങൾക്ക് ധൈര്യമായിട്ട് പഠിച്ച് കയറി വരണം. അതിനോടൊപ്പം നിങ്ങൾ സഹകരുടെ സ്റ്റഡി സ്ട്രാറ്റജിയെ കുറിച്ച് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ അത് നമ്മൾ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ഇങ്ങനെ ഡിസ്കസ് ചെയ്യാറില്ല. അത് നമ്മുടെ 1-to-1 മീറ്റിങ്ങിലാണ്. നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്, എന്ത് ചെയ്താൽ എന്ത് കിട്ടും, അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഓരോ ചെയ്യുന്ന സ്റ്റഡി മെത്തേഡ്സിൻ്റെ സൈക്കോളജിക്കൽ ആസ്പെക്ട്സ്, ഇതെല്ലാം നമ്മൾ നേരിട്ട് ഡിസ്കസ് ചെയ്തിട്ടാണ് നിങ്ങളെ കോഴ്സിലേക്ക് കൊണ്ടുവരിക. അപ്പോൾ അതിൽ പങ്കെടുക്കാൻ വേണ്ടി നിങ്ങൾ പങ്കെടുക്കാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന ഫോൺ നമ്പറിൽ നിങ്ങളുടെ പേരും ജില്ലയും അതുപോലെ ടൈപ്പിസ്റ്റ് ലോങ് ടേം എന്ന കോഡും കൂടെ വാട്സാപ്പ് ചെയ്യുക. നമുക്ക് നേരിട്ട് കാണാം. താങ്ക് യു.